ഒരുപാട് സന്തോഷം. എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. അനീഫിനോട് ചോദിക്കണം. അനീഫ് ഉണ്ണിച്ചേട്ടാ ഇതിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കൊറിയോഗ്രാഫി ആയിരുന്നു. ഇനിയിപ്പോൾ മലയാള സിനിമ മാർക്കോയ്ക്ക് ശേഷം ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി മികച്ചെന്ന് ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാനൊരു 5-6 വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ യു സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ചെയ്ത് വരുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ടായി. അറ്റ് ദാറ്റ് ടൈം എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയുന്നത് നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന്. ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് മാർക്കും ഒരു ബെഞ്ച് മാർക്കാണ്. ഇതിന് മാർക്കോയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. വിച്ച് ഐ എം വെരി ഹാപ്പി. എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും. അത് ബിക്കോസ് നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. ലൈക്ക് യു ദ നമ്പേഴ്സ് ആർ ഔട്ട് ദെയർ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സത്യത്തിൽ പൃഥ്വിയൊക്കെ ആക്ഷൻ സിനിമ ചെയ്യുമെന്ന് ഇനി വിചാരിച്ചിരിക്കുക. രാവിലെ മെസ്സേജ് വെച്ചിട്ടുണ്ട്. ജഗദീശ്വരൻ്റെ ഇന്റർവ്യൂ ജഗദീശ്വരൻ പറഞ്ഞു വയലൻസ് ഇനി മാർക്കോയ്ക്ക് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയായിരുന്നു. അപ്പോൾ ഈ പ്രേക്ഷകരെല്ലാവരും പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടന്നുള്ള രീതിയിലാണ്. താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖേട്ടൻ, ആൻസൺ, അതുപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ്, പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കബീർ ദുഹാൻ, യുക്തി, ഐ മീൻ ലോഡ് ഓഫ് ആക്ടേഴ്സ്. ഇവരെല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജഗദീഷ് ചേട്ടൻ തുടക്കത്തിൽ തന്നെ സാറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ഈ ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ്, ഞങ്ങളുടെ പോസ്റ്റേഴ്സിന് ഒരുപാട് സ്വീകാര്യതയുണ്ടായി. അതുപോലെ തന്നെ ടീസർ, ഫിലിം മേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചെയ്തത്. ചന്ദ്രുവാണ് എൻ്റെ ജയഗണേഷ് എന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജയഗണേഷിൽ വർക്ക് ചെയ്ത നമ്മുടെ റെഹാൻ ഇതിലുണ്ട് കൊച്ചായിട്ട്. അപ്പോൾ ജയഗണേഷിൽ നമ്മൾ ഏതാണ്ട് വിഷു കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു. വിഷു അല്ലേ ജയഗണേഷ്? ക്രിസ്മസ് എനിക്ക് പ്രേക്ഷകർ നടന്ന കുടുംബ പ്രേക്ഷകർ, കുട്ടികള് അല്ലെങ്കിൽ അമ്മമാർ, അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ള ആളാണ്. പക്ഷെ ഈ ഒരു പടം അങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റും എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിലാണല്ലോ കുടുംബ പ്രേക്ഷകർ. അങ്ങനെയല്ല. എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയ അല്ലെങ്കിൽ മെച്ചോർഡായ എല്ലാവരും കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് കാണാൻ പറ്റും. കൂടുതൽ എന്താ പറയുക, കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ളതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു, ഗംഭീര ഫീഡ്ബാക്ക്. ഐ മീൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു സത്യത്തിൽ. നമ്മളെ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസാവാത്തതുകൊണ്ട് നമുക്കും അറിയില്ല എന്താണെന്ന്. പക്ഷേ ദാറ്റ്സ് വൺ ഐ എം സേയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസൊക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല. നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ്. സിനിമയിൽ ആകെ ഒരു ടീസറും 2 പോസ്റ്ററും വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സത്യം. ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിലിം മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസൻറ്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കായിരിക്കും. ഇനി ഒരു സിനിമയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആൻഡ് ഐ താങ്ക് ദി എൻറ്റയർ ടീം, മീഡിയാസ്, എല്ലാവർക്കും. ഞാൻ ഇൻ്റർവ്യൂവിൽ വരാതെ ഇരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഉണ്ണിമൂന്നിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ണിമൂന്നിന് തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് അത് ഭയങ്കര ഹൈപ്പിലെത്തിക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ മാർക്കോ നല്ല ഹൈപ്പായിരുന്നു, അത് കുറച്ചതായിരുന്നു. ഞാനിപ്പോഴും പറയുന്നത് ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രേക്ഷകന് ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത്. ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് ഇനഫ്. എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ, അതിൻ്റെ മുകളിൽ സാധനങ്ങൾ. ദാറ്റ് ഈസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു, സന്തോഷ് വർക്കി, ബേബി ജീൻ, ഷാൻ റഹ്മാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കി തന്നു. ഇന്ന് ഷാൻ റഹ്മാൻ്റെ പാട്ട് ഒരു ട്രെൻഡിങ് വണ്ണിലാണ് നിൽക്കുന്നത്. ഞാൻ 2 വീഡിയോ ഡയറക്റ്റ് ചെയ്തു. ഐ വാസ് ജസ്റ്റ് ഹാവിങ് എ ബ്ലാസ്റ്റ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും എന്ന് ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടുന്ന് ഹനീഫ് 2.20 എന്താ പറയുക 2.0 ഹനീഫ് 2.0 ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്രൊമോഷനിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആയിരിക്കും. ഐ ജെന്വിൻലി ഫീൽ ദാറ്റ് ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ്. എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കിങ്ങും നല്ല ടീം, ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കോ. ഞാൻ വില്ലനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതേ ക്യാരക്ടർ ഹീറോ ആയിട്ട് വരുന്നത്. അതെൻ്റെ ഒരു പേഴ്സണൽ വാശിയും കൂടി ആയിരുന്നു. അത് ഈ സിനിമയിലൂടെ വന്ന്
ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.